ഇന്ന് ലോകത്ത് ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പലപ്പോഴും കേരളം, തമിഴ്നാട് പോലുള്ള അല്ലെങ്കിൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കാറ്. അവിടെ ലക്ഷങ്ങൾ മുടക്കി അതിനുശേഷം പഠിച്ച് അവിടെ തന്നെ ട്രെയിനിങ് ആയി പുറത്തു പോകുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ കാണാറ്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് മേഖലയുടെ കോഴ്സുകൾ കേരളത്തിലുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 15 സർക്കാർ നേഴ്സിംഗ് സ്കൂളുകളിലേക്കാണ് 2024-25 വർഷത്തേക്കുള്ള 3 വർഷം, അതായത് GNM ആണ്, അതിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ +2 ആണ്. 40% മാർക്കോട് കൂടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ ഓപ്ഷനിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്, പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സാധാ +2 ശേഷം ANM പഠിച്ച് പോയവർക്കും ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായി കൊടുക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ അല്ല. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 6 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഏതാണോ ബന്ധപ്പെട്ട നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച്, ഇപ്പോൾ വയനാടാണെങ്കിൽ അവിടെ നേഴ്സിംഗ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, ഏതാണോ അതിൻ്റെ അവിടെയുള്ള പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് എവിടേക്കാണ് സെൻറ്ററുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എത്രയാണോ ഫീസ് വരുന്നത്, ഫീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 250 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 75 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഫോമും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഒരു കാര്യമുണ്ട്, ഇത്രയും ചിലവ് ചുരുങ്ങിയിട്ട് നേഴ്സിംഗ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിൽ ഒരു സ്ഥലം ഉണ്ടാവില്ല. 100% ഉറപ്പ് തരാണ്. ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ കഴിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണം എന്നൊക്കെ ആലോചിച്ച് കിടക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ കിട്ടട്ടെ.